മാനുഷികമായി കർത്താവിനെ കണ്ടവർക്ക് കർത്താവിൻ്റെ വചനം ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. അവരോരോരുത്തരായി പിരിഞ്ഞു പോയി. നീ പിരിഞ്ഞു പോയില്ല. നീ പള്ളിയിലൊക്കെ വരുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് നീ എന്നോ പിരിഞ്ഞു പോയിരിക്കുന്നു കർത്താവിനെടുക്കുന്ന. പ്രാർത്ഥിക്കാൻ താമസിക്കുന്നത്, പ്രാർത്ഥിക്കുമ്പോൾ ആദ്യത്തെ കുരിശുരക്കുമ്പോൾ തന്നെ നീ മുട്ട നിൽക്കേണ്ട നീ ചടഞ്ഞു കിടക്കണതും നീ പിരിഞ്ഞു പോയതിൻ്റെ സൂചനയാണ്. പള്ളി വന്നിട്ട് കുർബാന എടുക്കുമ്പോൾ തന്നെ, ഉയർത്തുമ്പോൾ തന്നെ, കുർബാന ഡിസ്ട്രിബ്യൂട്ട് ആകുമ്പോൾ തന്നെ ഇറച്ചിക്കടയിൽ പോണത് പിരിഞ്ഞു കഴിഞ്ഞ് പോയതിൻ്റെ സൂചനയാണ്. ഇങ്ങനെ ഓരോരുത്തർ പിരിഞ്ഞു പോയ ആൾക്കാരെ നമുക്ക് കാണാം. വേറെ എന്തോ കൊണ്ട് തൽക്കാലത്തേക്ക് സമൂഹത്തിൻ്റെ നടപ്പ് കൊണ്ട് മാത്രം നിലനിന്ന് പോകുകയും ആത്മബന്ധം ദൈവത്തിൽ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന ആൾക്കാർക്ക് പ്രാർത്ഥനയ്ക്ക്, ആത്മാവിന് പനിയായത് കാരണം പ്രാർത്ഥനയ്ക്ക് മടുപ്പ് വരും. എൻ്റെ ദൈവത്തിലെ നിനക്ക് പ്രാർത്ഥനയ്ക്ക് മടുപ്പുണ്ടോ? അതുകൊണ്ടാണ് ലൂക്കാ 18:1 പറയുന്നത്, പ്രാർത്ഥിക്കണമെങ്കിൽ പിരിഞ്ഞു പോയവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ മടുപ്പുണ്ടാകും. അതുകൊണ്ട് മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കേണ്ടി വരും. പ്രാർത്ഥനയ്ക്കൊത്തൊരു അപ്പം തന്നെ കിട്ടുമെന്ന് വിചാരിക്കരുതെന്ന്. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ദൈവത്തോട് സത്യസന്ധമായ വിശ്വാസികളായിട്ടും വചനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് വളരാൻ വേണ്ടി ദൈവം നമുക്ക് നൽകിയ അവസരമാണ്. അത് നമ്മൾ സത്യസന്ധമായ ദൈവവചനത്തിനെ പോലെയാണ് അത് പ്രയോജനപ്പെടുത്തേണ്ടത്. എല്ലാ വചനങ്ങളും, ചില വചനങ്ങൾ ദുർഗ്രാഹ്യമാണ്. അപ്പോൾ കർത്താവ് പത്രോസിനോട് ചോദിച്ചു, എല്ലാവരും കഠിനമായിട്ട് പോയല്ലോ, വചനം കഠിനമാണെന്ന് പറഞ്ഞ് പോയല്ലോ, ഇതുപോലെ പിന്തിരിഞ്ഞ് പ്രാർത്ഥിക്കാതെ സാക്ഷ്യം വഹിക്കാതെ നിനക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പത്രോസ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? പോകാതിരിക്കാൻ കാരണം എന്താണ്? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. ദൈവവേദന 6:68 എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഏതെങ്കിലും വചനം ദുർഗ്രാഹ്യമായാൽ ആ ദുർഗ്രാഹ്യമായ വചനങ്ങൾ നടപ്പിൽ വരുത്താൻ ആഗ്രഹിക്കുമ്പോൾ ആ വചനത്തിൻ്റെ കൂടെ ഭൗതിക അനുഗ്രഹം മാത്രമല്ല, നിത്യജീവൻ വരെ ദൈവം സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. ദൈവവേദന ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, ആത്മാവിന് കൊളസ്ട്രോൾ ആണെങ്കിൽ, ബാഡ് കൊളസ്ട്രോൾ ആണെങ്കിൽ ഗുഡ് കൊളസ്ട്രോൾ കയറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാവുന്ന ആത്മാവിനെ. അതെന്ന് പറഞ്ഞാൽ ചില ദുർഗ്രാഹ്യമായ വചനങ്ങൾ പാലിക്കുമ്പോൾ അതിനെല്ലാം നിത്യജീവനുണ്ട്. ഇപ്പോൾ മർക്കോസിൻ്റെ 10:30 ആ വചനം പാലിക്കാൻ പ്രയാസമായപ്പോഴും പറഞ്ഞത് എന്താണ്? വരാനിരിക്കുന്ന കാലത്ത് ഈ അരിഷ്ടതയെ പിടിച്ച പ്രായോഗികമല്ലാത്ത വചനങ്ങൾ പാലിക്കാൻ വേണ്ടി ബോധപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ദൈവം ജീവൻ വെച്ചിട്ട്